ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത്, ഭവനത്തിൻ്റെ പണി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മക്കളുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കാനും എത്രയും വേഗം അവരുടെ പണികൾ പൂർത്തീകരിക്കാനും വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 29-ാം തിരുവചനം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇതിൻ്റെ പശ്ചാത്തലം വേറെയാണെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം ഒരു യജമാന യാത്രക്ക് പുറപ്പെടുമ്പോൾ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് താലന്ത് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്, അല്ലേ? നമുക്ക് ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ഈ കഴിവുകൾ നമ്മൾ ഫലപ്രദമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ആ കഴിവ് ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവം തന്നെ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും, അല്ലേ? നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് 10 നാണയം 5 നാണയങ്ങളുള്ളവന് വീണ്ടും 5 കൂടി കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന പോലെ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനും ആർക്കും ഒരു ദ്രോഹമായ പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കാനും ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമൃദ്ധി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭവനത്തിൻ്റെ പണി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന കുടുംബങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ മാർക്കി അവർക്ക് അതിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക മേഖലകൾ സാമൂഹികമെല്ലാം ദൈവമേ അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.